HRMS സോഫ്റ്റ്വെയർ മൗസ് ക്ലിക്ക് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അതിനുശേഷം 5 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ ഈ 5 വർഷക്കാലം ഈ വകുപ്പിൽ നടത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നടത്തിയിട്ടുള്ള ശ്രമങ്ങളും ഈ നിങ്ങളിലൂടെ അറിയിക്കണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ് ആദ്യമായി ഇവിടെ വെച്ച് ഇങ്ങനെയൊരു മാധ്യമ സൗഹൃദ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വനം വകുപ്പ് ഒരറിയപ്പെടുന്ന വകുപ്പായിരുന്നില്ല. പലപ്പോഴും പല വകുപ്പുകളുടെ കൂട്ടത്തിൽ ഒരു അനുബന്ധ വകുപ്പായി മന്ത്രിമാരെ ചുമതലപ്പെടുത്തുന്ന സമീപനമാണ് മിക്കവാറും കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിനു പകരം പൂർണ്ണ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന നിലയിലാണ് എന്നെ ഈ വകുപ്പ് ഏൽപ്പിക്കുന്നത്. ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വകുപ്പ് എന്ന നിലക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരു വകുപ്പുമായിരുന്നില്ല വനം വകുപ്പ്. അത് വനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറേ ആളുകളും ആ പ്രദേശത്തെ ഏതാനും കർഷകരും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ഒരു ലോകമായിരുന്നു ആ ലോകം. പക്ഷേ വലിയ വിവാദങ്ങളിലേക്കാണ് പിന്നെ വനം വകുപ്പ് കടന്നു പോയത്. അതിന് പ്രധാന കാരണം മാധ്യമങ്ങളെല്ലാം പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോലെ വന്യജീവികൾ നാട്ടിലിറങ്ങി വന്ന് മനുഷ്യരെ കൊല്ലുകയും വിളനാശം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിനെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു ഒരു വിമർശനം. രണ്ടാമത്, ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവർത്തനം കുറേ കൂടി മെച്ചപ്പെട്ടതാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ചേർന്ന ഉദ്യോഗസ്ഥതല സമ്മേളനത്തിൽ ഞാൻ അവരോട് അഭ്യർത്ഥിച്ചത് ഈ 5 വർഷക്കാലം കൊണ്ട് ഈ വകുപ്പിനെ ഒരു ജനസൗഹൃദ വകുപ്പാക്കി മാറ്റണം. മാത്രമല്ല, കാര്യക്ഷമതയുള്ളൊരു വകുപ്പായി ഈ വകുപ്പിനെ ഉയർത്തുകയും വേണം. ഒപ്പം മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. ആ അഭ്യർത്ഥനയനുസരിച്ച് ഇന്ന് ആ ലക്ഷ്യം പൂർണ്ണമായി കൈവരിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാരും മലയോര മേഖലയിലെ കർഷകരും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ അവകാശപ്പെടുകയാണ്. അതിന് കാരണം കാര്യക്ഷമതയുള്ള
ഒരു ഭരണ സംവിധാനമാക്കി വനം വകുപ്പിനെ മാറ്റാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ന് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പരാതികൾ വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായാൽ അതറിഞ്ഞുടനെ അവിടെ ഓടിയെത്താനും ഫലപ്രദമായ നടപടികൾ പരിമിതമായ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതിലേക്ക് ശ്രമിച്ച വനംവകുപ്പിലെ മുഴുവൻ ജീവനക്കാരെയും ഹെഡ് ഓഫ് ഫോറസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് വന്യജീവി സംഘർഷം ഇല്ലാതാകണം. അവിടെ വാസസ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണം. അവരുടെ കൃഷിയും സംരക്ഷിക്കപ്പെടണം. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് വന്യജീവി അക്രമം മൂലം കൊല്ലപ്പെട്ട് മരണമടയുന്നവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നേ ഞാൻ അവകാശപ്പെടും. വളരെയേറെ ഗണ്യമായ തോതിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ തന്നെ പരിശോധിച്ചാൽ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണമായിരുന്നു കൂടുതൽ. എന്നാൽ സർപ്പ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു വരികയാണ്. മറ്റൊരാക്ഷേപം ഉയർന്നു വന്നിരുന്നത് നഷ്ടപരിഹാര തുക കിട്ടുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്, ഈ മാർച്ച് മാസം 31 സീറോ കോമ്പൻസേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് വനം വകുപ്പ് എത്തിച്ചേരുകയാണ്. മതിയായ രേഖകൾ സമർപ്പിച്ച എല്ലാവർക്കും മാർച്ച് 31 ശേഷം 31 എല്ലാ നഷ്ടപരിഹാര തുകയും നൽകുന്നതാണ് എന്നതാണ് ആ ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീർഘമായി പ്രതിപാദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ കേരള ഗവൺമെൻറ് വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനസഹായം അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിച്ചില്ല. ധനവകുപ്പ് പ്രത്യേക പരിഗണനയാണ് ഞങ്ങൾക്ക് നൽകിപ്പോന്നിട്ടുള്ളത്. ഇനി ഈ സീറോ കോമ്പൻസേഷൻ ഡ്രൈവിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്താൻ പോകുന്നത് ഞാൻ പറഞ്ഞു തന്നെയാണ്, എല്ലാ രേഖകളും ഹാജരാക്കണം. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യ ഗഡു എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപയും രണ്ടാമത്തെ ഗഡു എന്നുള്ള നിലയിൽ 5 ലക്ഷം രൂപയുമാണ്. അതിനെ 2 ഗഡുവാക്കാനുള്ളൊരു പ്രധാന കാരണം യഥാർത്ഥ പിന്തുടർച്ചാവകാശി ആരാണ് എന്ന് പൂർണ്ണമായും തെളിയിക്കുന്നതിന് മുമ്പ് മുഴുവൻ പണവും നൽകിക്കഴിഞ്ഞാൽ അത് പിന്നീട് പ്രയാസം വരും എന്നതുകൊണ്ടാണ് അങ്ങനെ 2 ഗഡുക്കളായി നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ഗഡു ഇപ്പോൾ ആ ദിവസം തന്നെയോ തൊട്ടടുത്ത 2 ദിവസങ്ങളിലോ കൊടുക്കുന്നുണ്ട് എന്ന മാറ്റവും കൂടി ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ മനുഷ്യ വന്യജീവി സംഘർഷ പ്രതിരോധ നിർമ്മിതിക്കായി ചെലവഴിച്ച തുക 30 കോടി രൂപയാണ്. വനം വകുപ്പിൻ്റെ നഷ്ടപരിഹാരം നൽകിയ തുകയാകട്ടെ 72 കോടി രൂപയും. വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി വിവിധ പദ്ധതി ശീർഷകത്തിൽ ആകെ ചെലവഴിച്ചത് 731.75 കോടി രൂപയാണ്. ഇത്രയും വലിയ സംഖ്യ അടുത്ത കാലത്തൊന്നും വനം വകുപ്പിന് ലഭ്യമായിട്ടില്ല എന്നതാണ് ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച സവിശേഷത. ഇതിൻ്റെ ഭാഗമായി ഈ മനുഷ്യ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ പഞ്ചായത്തും എന്ന് പറയുമ്പോൾ മലയോര മേഖല പങ്കിടുന്ന പഞ്ചായത്തുകളിലെല്ലാം ഒരു സ്പെഷ്യൽ ഉദ്യോഗസ്ഥനെ നിയമിക്കുകയാണ്. അദ്ദേഹം സ്ഥിരമായി പഞ്ചായത്ത് ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പൗരന്മാർക്ക് അവിടെ വന്ന് പരാതി പറയാനും പരിഹാരം കാണാനുമുള്ള ഏറ്റവും അടുത്ത ഒരു ഔദ്യോഗിക കേന്ദ്രം എന്നുള്ള നിലയിലാണ് പഞ്ചായത്തുകളെ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള പരിശീലനം നൽകുന്ന നടപടി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതും മാർച്ച് 31 അവസാനിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് സമ്പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നമ്മൾ
RRTകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. വനം വകുപ്പിൻ്റെ അധികാരമേറ്റ ആദ്യം ദിവസങ്ങളിൽ വനം വകുപ്പ് മന്ത്രിയുടെ നേരെ ഉയർന്നു വന്ന വെല്ലുവിളി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ദേശീയോദ്യാനങ്ങൾക്കും വന്യമൃഗ സംരക്ഷണ സങ്കേതങ്ങൾക്കും ചുറ്റും 10 കിലോമീറ്റർ ദൂരത്തിൽ ബഫർ സോൺ ഉണ്ടാക്കണമെന്ന വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വിധിയുണ്ടായി. ആ വിധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നാലോചിച്ചു. ഞങ്ങൾ അന്ന് ജനങ്ങളോട് പറഞ്ഞത്, ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞിന് പോലും അവിടെ നിന്നും ചട്ടിയും കലവുമായി നാട് വിട്ടു പോകേണ്ട അവസ്ഥ ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലെന്നും ഗവൺമെൻറ് നിങ്ങളോടൊപ്പമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ സഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത്, ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയാൽ അതിൻ്റെ വാതിൽപ്പടിയിൽ കയറാൻ പോലും കോടതി നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ബഫർ സോൺ എന്നത് ഒരടഞ്ഞ അധ്യായമായി മാറാനുള്ള നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ലഭ്യമാക്കുകയും ചെയ്തു. നല്ല തുടക്കമായിരുന്നു അത്. അതേപോലെ തന്നെയാണ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. 1972 രൂപീകരിച്ച പാസാക്കിയ കേന്ദ്ര നിയമമാണ് കേരളത്തിലെ വനം വകുപ്പിനെ നയിക്കുന്നത്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും. ആ നിയമത്തിലെ വ്യവസ്ഥകൾ ഉണ്ടാക്കിയ നൂലാമാലകളാണ് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള തടസ്സമെന്ന് പിന്നീട് മനസ്സിലായപ്പോൾ ഞങ്ങളത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് നിരന്തരമായി അഭ്യർത്ഥിച്ചു. പക്ഷേ ഒരു അനുകൂല പ്രതികരണവും അവിടെ ഉണ്ടായില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാമ്പത്തിക സഹായം അപേക്ഷിച്ചു. ഒരു അനുകൂല പ്രതികരണം ഉണ്ടായില്ല. ഒടുവിൽ ഇതെല്ലാം ഞങ്ങൾ തന്നെ സാധിക്കുകയും ഈ കേരളത്തിലെ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വനവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിൽ ഏറ്റവും ഒടുവിൽ അംഗീകരിച്ചത് ഈ 72 നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഭേദഗതി ബില്ലാണ്. ഞങ്ങൾ ധരിച്ചത് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുകയില്ല എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിക്കാതെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് വേണ്ടി അയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഞങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. 2ാമത്തെ ബിൽ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ വനം വകുപ്പുമായി ബന്ധപ്പെട്ട 2 സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഞങ്ങൾ പ്രതിരോധ പ്രവർത്തനം എന്നുള്ള നിലയിൽ ചെയ്യുന്നത് ഫെൻസിങ്ങുകൾ സ്ഥാപിക്കുക, തൂക്കുവേലി കെട്ടുക, കിടങ്ങുകൾ കുഴിക്കുക തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായ ശൈലിയാണ്. ആ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള പ്രതിരോധ ഘടകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ അക്രമം ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2500 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് 75% പ്രദേശത്തെ ജനങ്ങൾക്കും ആശ്വാസം നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് ബാക്കിയുള്ളത് ഈ വിളകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നഷ്ടപരിഹാര തുക അപര്യാപ്തമാണ് എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ചർച്ചയിൽ മറുപടി പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞു, അതിന് ശാസ്ത്രീയമായ മറ്റ് പരിഹാര മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തും, അവരെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏർപ്പെടുത്തി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശ്രമം നടത്താമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും കാര്യക്ഷമതയുള്ളൊരു സർവീസാക്കി ഈ വനം വകുപ്പിനെ മാറ്റിയെടുക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ വന്യമൃഗശല്യവും മരണവും മാത്രം വലിയൊരു ചർച്ചാ വിഷയമാകുമ്പോൾ വകുപ്പ് അതിൻ്റെ കീഴിൽ നടത്തിയിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വല്ല വിസ്മരിക്കപ്പെട്ടു പോയി എന്ന് തോന്നിയത് കൊണ്ടുകൂടിയാണ് അത് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പറയാനുള്ളത്.
നിങ്ങൾ നൽകിയ പിന്തുണ നല്ല പിന്തുണയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വിമർശനമാണല്ലോ കാര്യമായിട്ടുണ്ടായത്. ആ വിമർശനം കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കാൻ എനിക്ക് പ്രേരണ നൽകി എന്ന നന്ദിയാണ് നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ തൃശ്ശൂരിൽ സ്ഥാപിക്കുന്ന സുവോളജിക്കൽ പാർക്ക് കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂരിൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഈ 28-ാം തീയതി വരെ മറ്റു നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പരീക്ഷണാർത്ഥമാണ് ആ സൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂവിൻ്റെ നിയമാനുസൃതമായ പ്രവർത്തനം 28-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്. കാരണം നമ്മളിനി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടിക്കറ്റ് വെച്ച് ഉള്ള സർവീസാണ് ഇനി മുതൽ ആരംഭിക്കുന്നത്. ഇതുവരെ 3 മാസം വേണമെങ്കിൽ ഒരു ട്രയൽ റണ്ണിംഗ് ആണ് നടത്തിയത്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്, കാരണം മുമ്പ് പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. എന്നാൽ 360 കോടി രൂപ കിഫ്ബി വഴി ലഭിച്ചതുകൊണ്ടാണ് ആ പരിപാടി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോട്ടൂരിൽ ആന സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അത് 105 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ജനങ്ങൾക്കും കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും എല്ലാവർക്കും സ്വീകാര്യമായ, ആസ്വദിക്കാൻ കഴിയുന്ന, സഹകരിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ 5 വർഷം പൂർത്തിയാക്കുന്നത്. മറ്റൊരു സവിശേഷത നമുക്കുണ്ടായത്, കേരളത്തിലാണ് ആദ്യമായി കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രത്യേക ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചൊരു തീരുമാനമെടുത്തതും കേരളമാണ്. മറ്റൊരു സംസ്ഥാനവും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട്, സവിശേഷതയാർന്ന പ്രകൃതി ദുരന്തം എന്ന പട്ടികയിൽപ്പെട്ടതുകൊണ്ട് വനം വകുപ്പിൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും നല്ലൊരു പങ്ക് അവർക്ക് വഹിക്കാൻ കഴിയുന്നത് ഈ ധനസഹായ വിതരണത്തെ കാര്യമായി സഹായിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, വിതരണം ചെയ്ത സംഖ്യയുടെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. നല്ല പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വനംവകുപ്പിനെ നേരായ വഴിക്ക് നയിക്കാനും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള കരുത്തുറ്റ ഒരു അടിത്തറ ഇപ്പോൾ വനംവകുപ്പിനുണ്ട് എന്നതാണ് വളരെ അഭിമാനത്തോടുകൂടി സൂചിപ്പിക്കാനുള്ളത്. നിക്ഷിപ്ത വനഭൂമി ഭേദഗതി ബിൽ പട്ടയം ഒരു തെളിവായി സ്വീകരിക്കുന്നതിനും 50 സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നവരെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശം ഏതാണെന്ന് വ്യാഖ്യാനിക്കുന്നിടത്ത് അത് പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്ന വ്യാഖ്യാനം നിലനിൽക്കുന്നിടത്ത് അത് സെക്ഷൻ 3(1) പ്രകാരം ഭൂമി നിക്ഷിപ്തമാക്കപ്പെടും. അതുവരെ എന്തായിരുന്നു, ഏത് കടലാസിലോ ഏത് നിയമത്തിലോ എന്തായിരുന്നെങ്കിലും ആ പ്രദേശം നിക്ഷിപ്തമാക്കപ്പെടും എന്നുള്ളതാണ് സെക്ഷൻ 3(1) വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു പ്രദേശത്തെ സംബന്ധിച്ച് അത് പ്രൈവറ്റ് വനമാണോ അല്ലയോ എന്നുള്ള പരിശോധന നടക്കുമ്പോൾ ഈ LT പട്ടയങ്ങൾ വരുന്ന പ്രദേശം ആയിട്ട് കാണുകയാണെങ്കിൽ അത് കൺക്ലൂസീവായിട്ടുള്ള പ്രൂഫായിട്ട് അതിനെ പരിഗണിക്കണം. 72K പ്രകാരമുള്ള ക്രയ സർട്ടിഫിക്കറ്റ് വരുന്ന പ്രദേശം അതിനകത്ത് കൺക്ലൂസീവ് പ്രൂഫായിട്ട് കണ്ടാൽ മതി, ആ കടലാസ് ഒന്നുകൊണ്ട് മാത്രം അത് തീരുമാനമാക്കാം എന്ന് വ്യാഖ്യാനമുണ്ടായ പശ്ചാത്തലത്തിൽ ആണ് നമ്മൾ ഈ അമെൻമെന്റ് കൊണ്ടുവരുന്നത്. അപ്പം അതിൽ എന്ത് തന്നെ ആയാലും ആള് വീട് വെച്ച് താമസിക്കുന്ന ഇടത്ത്, വീടും പറമ്പുമായിട്ട് നിൽക്കുന്ന ഇടം 50 സെൻറ്റ് വരെ ഉള്ളത് അതിനകത്ത് നിക്ഷിപ്തമാക്കപ്പെടില്ല എന്നുള്ള ക്ലോസ് അതിനകത്ത് 3(1) കീഴിൽ നിക്ഷിപ്തമാക്കപ്പെടുന്ന പ്രദേശത്തിനകത്ത് 50 സെൻറ്റ് വരെയുള്ള വീടും പറമ്പും ഉൾപ്പെടില്ല എന്നുള്ളതാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പൂർണ്ണമായി ഒഴിവാക്കി എന്ന് മാത്രമല്ല, ഇത് പല രേഖകൾക്കൊപ്പം ഇതൊരു രേഖയായിട്ട് കണക്കാക്കാം എന്നുള്ളതും ആ അമെൻമെന്റിനകത്തുള്ളതാണ്. അതായത് ക്രയ സർട്ടിഫിക്കറ്റ് മറ്റു പല തെളിവുകൾക്കും ഒപ്പം ഒരു തെളിവായിട്ട് കണക്കാക്കപ്പെടും എന്നുള്ളതാണ്.
ഇക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് അല്ലല്ലോ, അത് കണക്ഷൻ ഉണ്ടോ എന്തെങ്കിലും ഇതിന്? അല്ല, ഇത് നിക്ഷിപ്ത വനങ്ങളെ സംബന്ധിച്ചുള്ളതാണ്, EFL അല്ല. അതായത് മരം അവിടെ നിൽക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടമായിട്ടില്ല, അത് ഇനിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് റൊട്ടേഷൻ 60 വർഷം എന്നുള്ളതാണ്. ഈ 60 വർഷത്തിൽ ഒരു തേക്ക് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തും എന്നുള്ളതല്ല. ഇതിനു മുന്നേ 80 വർഷത്തിലും നമ്മൾ റൊട്ടേഷൻ നിശ്ചയിച്ച് തേക്ക് വെട്ടിക്കൊണ്ടിരുന്നതാണ്. ആ ഒരു പ്രത്യേക സമയത്ത് 60കളിൽ നമുക്ക് മുന്നേ തന്നെ വെട്ടിയെടുക്കണമെന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന 60 വർഷം എന്ന് നമ്മൾ നിശ്ചയിക്കുകയുണ്ടായി റൊട്ടേഷൻ. ഈ എന്താണോ നമുക്ക് ലഭ്യമാകുന്ന ഇത് ബഡ്ജറ്റിൽ ലഭ്യമാകുന്ന തുക, അതനുസരിച്ചേ നമുക്ക് തോട്ടം വെട്ടാനെടുക്കാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, വെട്ടിയ തോട്ടം തിരികെ നടുകയും വേണം. അപ്പോൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം കേന്ദ്ര സർക്കാരും ഇത് മറ്റേ FC ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ വർഷവും ഇതിനകത്ത് അനുമതിയും തേടേണ്ടതുണ്ട്. അപ്പോൾ വെട്ടിയ തോട്ടങ്ങളെല്ലാം തിരികെ നട്ടു എന്നുള്ള ഉറപ്പിന്മേൽ മാത്രമേ ഇനിയും തോട്ടങ്ങൾ നമുക്ക് വെട്ടാനും പറ്റുള്ളൂ. അപ്പോൾ 2 പരിമിതികളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഈ പറയുന്ന ബഡ്ജറ്റിൽ ഉണ്ടാകുന്ന നമുക്ക് അതിൽ ടിമ്പറിൽ ലഭ്യമാകുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളത്. 2, പകരം തോട്ടം വെച്ച് പിടിപ്പിക്കാനുള്ള എത്ര തുകയാണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ക്രമപ്പെടുത്തി അത് ചെയ്യുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അതൊരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ചുരുങ്ങിയ ഒരു കാലയളവിൽ നിന്ന് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം എന്നുള്ളതിൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ തോന്നുമെങ്കിലും കാടിനെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമായിട്ട് കാണേണ്ടതില്ല. ഈ കാലയളവിൽ നമ്മൾ ഈ കയ്യേറ്റ ഭൂമി എത്ര തിരിച്ചു പിടിച്ചു, വനഭൂമി അങ്ങനെ കണക്കുണ്ടോ? നമ്മുടെ വനവിസ്തൃതി കൂടുകയാണെന്ന് നേരത്തെ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ്? ഇതിൽ വനവിസ്തൃതി കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 4 ആയിട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഏരിയ അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എക്സാക്റ്റ് ഫിഗേഴ്സ് എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് പ്രത്യേകം ഇത് ചെയ്തു തരാം. കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. അത് എല്ലാ റവന്യൂവും ഒത്ത് അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ച് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലും ഈ കാലയളവിൽ നമ്മൾ ഒഴിപ്പിച്ചിരിക്കുന്ന എത്രയാണെന്നുള്ള അത് ഫിഗേഴ്സ് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ കൈമാറാം കേട്ടോ. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 150 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് നമ്മൾ EFL ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നത്. 5 വർഷത്തിനകത്ത് നോട്ടിഫൈ ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കി പറയേണ്ടി വരും. പക്ഷേ അതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പോയിൻറ്റഡ് ഡേറ്റ് എന്തോ 2 മെയ് 2000 അപ്പോയിൻറ്റഡ് ഡേറ്റിൽ തന്നെ ഈ പ്രദേശങ്ങൾ EFL ആകാനുള്ളത് എല്ലാ ഭൂമിയും EFL ആയി കഴിഞ്ഞു. പ്രത്യേകമായിട്ട് നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി വരുത്തിയിരിക്കുന്നത് എത്രയാണെന്നുള്ളത് എക്സാക്ട് ഫിഗർ തരാം. ഈ ആനക്കൊമ്പിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ, അതായത് 2023 ഒരു ഉത്തരവ് വന്നിരുന്നു കേന്ദ്ര വനം വന്യജീവി ബോർഡിൻ്റെ. അതിൽ പറയുന്നു ഈ ആനക്കൊമ്പുകൾ കേരളത്തിലുള്ള അല്ലെ എല്ലാ സംസ്ഥാനത്തുള്ള ആനക്കൊമ്പുകൾ കത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിർദ്ദേശം വരുന്നത്. അതിന്മേൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് സംരക്ഷിക്കാനാണോ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയാനാണോ ഉദ്ദേശിക്കുന്നത്? ചർച്ച ചെയ്തപ്പോൾ ഇത്രയും കോടി രൂപ മൂല്യമുള്ള ഈ കൊമ്പുകൾ ഇങ്ങനെ നശിപ്പിച്ച് കളയണോ വേണ്ടേ എന്നൊരു ചിന്തയുണ്ടായി. പിന്നെ അത് കത്തിച്ച് കളയണമെന്ന നിർബന്ധമുള്ളപ്പോൾ നിയമം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പിന്നെ ചാരമായി മാറുകയാണല്ലോ. ആ ചാരം ഔഷധ മൂല്യമുള്ളതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഔഷധ നിർമ്മാതാക്കളായ ആയുർവേദ മരുന്ന് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നത് അതൊരു ക്രിയേറ്റീവായ നിർദ്ദേശമായതുകൊണ്ട് അത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്.